ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ദൈവമക്കൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ദേവാലയമാണ് കുറവലങ്ങാട് പരിശുദ്ധ അമ്മയുടെ ദേവാലയം. കാരണം ഈ ദേവാലയത്തിൽ ഈ മാസം ജനുവരി മാസം 26, 27, 28 എന്നീ 3 ദിവസങ്ങളിലായിട്ട് ഒരു വലിയ ഒരു അത്ഭുത തിരുനാൾ, മീൻസ് 3 നോമ്പ് തിരുനാൾ വളരെ ഭംഗിയായിട്ട് ദൈവം തമ്പുരാൻ പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗീയ പിതാവ് വലിയ സന്തോഷത്തോടു കൂടി നടത്താൻ അനുഗ്രഹം അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും പോയി കാണുവാനൊക്കെ അവസരം തന്നു. തീർച്ചയായിട്ടും ബ്രദറിന് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ കപ്പൽ പ്രദക്ഷിണമൊക്കെ കാണാനും ഒക്കെ സാധിച്ചു. അതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് നല്ല ഒരു വിശുദ്ധ ദേവാലയങ്ങളിൽ ഒന്നാണ് കുറവലങ്ങാട് പരിശുദ്ധ അമ്മയുടെ ദേവാലയം. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാം, ഇവിടെ പ്രധാനമായിട്ട് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കപ്പലോട്ട പ്രദക്ഷിണമൊക്കെ ഉണ്ട്. അത് വളരെ ഒരുപാട് 10,000 അറൗണ്ട് മോർ ദാൻ 20,000 30,000 അത്രയൊക്കെ ആളുകൾ വന്ന് പങ്കെടുത്ത് ഒരുപാട് ജനങ്ങൾ, അത് എല്ലാ ജാതി മതസ്ഥരും വന്ന് പ്രാർത്ഥിക്കുന്ന, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ ജാതികളും മതസ്ഥരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണ് അമ്മയുടെ ദേവാലയം. അമ്മയുടെ സന്നിധിയിലിരുന്ന് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരൊക്കെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിലേക്ക്. അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്കും ഒക്കെ അനുഗ്രഹം വർഷിക്കുന്ന ഒരു പരിശുദ്ധ ദേവാലയമാണ് ഇത്. ശരിക്കും പറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കാരണം ഇന്ത്യയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. കപ്പൽ പ്രദക്ഷിണം ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ്. അത് വലിയൊരു ഗംഭീരമായ ആഘോഷമാണ്. അത് വന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹം നിറഞ്ഞ പുണ്യഭൂമിയാണ്. ഇന്ത്യയിൽ പ്രശസ്തമായിട്ടുള്ളൊരു വിശുദ്ധ ദേവാലയമാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ദേവാലയത്തിൽ നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരം കിട്ടുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം പുണ്യഭൂമിയാണ്, പരിശുദ്ധ അമ്മയുടെ സ്പർശനമേറ്റ ഒരു വിശുദ്ധ ദേവാലയമാണ്. തീർച്ചയായിട്ടും ബ്രദറിന് അവിടെ കുർബാന അർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും അതുപോലെ എൻ്റെ ഒരുപാട് നിയോഗങ്ങൾ തമ്പുരാൻ കർത്താവ് പരിശുദ്ധ അമ്മ മാതാവ് വഴി നടത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ ദൈവത്തോട് നന്ദി പറയുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് 1 മിനിറ്റ് ഒന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ.